ഉദ്ഘാടനം ചെയ്യുവാനെത്തിയ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റാംഗോപൻ അവർ, അടൂർ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ എൻ്റെ സഹകൗൺസിലർ കൂടിയായ രാജീവ് ചെറിയാൻ, നമ്മുടെ ആദരണീയനായ നമ്മുടെ വാസു സാറ്, അതുപോലെ തന്നെ ഈ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരും, വേദിയിൽ സദസ്സിലിരിക്കുന്ന നമ്മുടെ കൂട്ടാനുള്ള നമ്മുടെ സഹോദരങ്ങൾ, ഇന്നിവിടെ തിരുവപ്പൻ തിരുവമ്മ നീതിപരിപാലന ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ ആശംസ അർപ്പിക്കുക എന്നുള്ളതാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യം. ഞാൻ കൂടി ഉൾപ്പെടുന്ന ഈ നീതിപരിപാലന ട്രസ്റ്റിൽ ഇങ്ങനെയൊരു നമ്മുടെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇങ്ങനെയൊരു നമ്മുടെ ഒരു ആസ്ഥാനം ഉണ്ടാക്കുവാൻ ബുദ്ധിമുട്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇതിനകത്ത് കൂടുതലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കിവിടെ ഒരു ഐക്യം ഉണ്ടാവണം. ഐക്യം ഉണ്ടാവണമെങ്കിൽ ആത്മീയത വേണം. ആത്മീയതയിലൂടെ നമുക്കൊരു അനുഷ്ഠാനമുണ്ട്. ഈ ആത്മീയത അനുഷ്ഠാനങ്ങൾ കൈപിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിലൂടെ കലാപരമായും കായികപരമായും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായും നമുക്ക് മുന്നേറുവാൻ കഴിയണം. ഇന്നിവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരും നമ്മുടെ ഇന്നത്തെ ഈ ആത്മീയതയും ആചാരവും കൈവിട്ടു പോയെങ്കിൽ ഇന്ന് നമ്മുടെ ഇവിടെ ഈ കൂടിയതൊന്നും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമ്മുടെ മുഖ്യമായി നമ്മുടെ അജണ്ട ആത്മീയതയും അനുഷ്ഠാനമാണ്. അതിനെ നമ്മൾ മുഖ്യമായി കൈപിടിച്ചുകൊണ്ട് വരും തലമുറയെ നമ്മുടെ മദ്യത്തിനും ഈ തിരുവപ്പൂപ്പൻ അമ്മൂമ്മ നീതിപരിപാലന സൊസൈറ്റിയുടെ ആസ്ഥാനാന്തര ഉദ്ഘാടനവും സാംസ്കാരിക സമ്മേളനവും നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട കൊടുമൺ വിശ്വംഭരൻ സാറ്, അതുപോലെ ഒരുപാട് തിരക്കുകൾ മാറ്റിവെച്ചിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ നമ്മുടെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റിയം ഗോപകുമാർ സാറ്, അതുപോലെ ആത്മീയപരമായിട്ട് നല്ലൊരു മുഖ്യ പ്രഭാഷണം ഇവിടെ നടത്തിയ ആചാര്യമുഖ്യൻ ബഹുമാനപ്പെട്ട ഡോക്ടർ വാസു സാറ്, അതുപോലെ ഒരു നല്ല എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞ് അഭിസംബോധന ചെയ്ത് സ്വാഗതം ആശംസിച്ച സ്വാഗത പ്രസംഗം നടത്തിയ ഈ സൊസൈറ്റിയുടെ സെക്രട്ടറി കൂടിയായ കെ തങ്കച്ചൻ സാറ്, അതുപോലെ ഈ സാംസ്കാരിക സമ്മേളനത്തിന് കൃതജ്ഞത രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്ന വിനീത് കെ അവറുകൾ, എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു പ്ലാറ്റ്ഫോം നിൽക്കുന്ന സമയത്ത് അധികം സന്തോഷമുണ്ട്. എങ്കിലും ഞാൻ ഈ സമയത്ത് കവിയും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ ആയിരുന്ന നമ്മുടെ കളവനട്ട രാമകൃഷ്ണൻ സാറിന് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത കുറത്തി എന്ന കവിതയിലെ ഏതാനും 2 വരികളെ ഓർത്തു പോവുകയാണ്. വഴിയരികിൽ ആര്യവേപ്പിൻ ചാഞ്ഞ കൊമ്പിൽ ചാക്കുതുണിയിൽ ചെളി പുരണ്ടു വിരൽ കുടിച്ച് വരണ്ടുറങ്ങുന്നു നമ്മുടെ പുതിയ തലമുറ. എനിക്ക് കിട്ടിയ ഈ പ്ലാറ്റ്ഫോം ഈ അവസരത്തിൽ ഞാൻ ആ പുതിയ തലമുറയ്ക്ക് മുന്നിൽ അവർക്ക് സമർപ്പിക്കുകയാണ്. എന്നാൽ ഇവിടെ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ 2 വാക്ക് സംസാരിക്കാനൊക്കെ ഉണ്ട്.
എനിക്ക് അവസരമൊരുക്കായി കോടമല അപ്പൂപ്പൻ ആർത്തറക്കാവ് ഊരാളി തിരു അനിൽ താലമുക്കിനെ നമ്മളോട് സംസാരിക്കാനായി ക്ഷണിക്കും. ബഹുമാനപ്പെട്ട എൻ്റെ കൂടപ്പുറത്തുകളെ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ കുടുംബൻ വിശംബരൻ തിരുവടി അവറുകൾ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അവറുകൾ, മുഖ്യ പ്രഭാഷണം നടത്തിയ ആചാര്യമുഖ്യൻ തിരു ഡോക്ടർ അവറുകൾ, ഈ വേദിയിലിരിക്കുന്ന, ഈ സദസ്സിലിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വണക്കം ചൊല്ലിക്കൊണ്ട് ഞാൻ എൻ്റെ ആശംസ അർത്ഥത്തിൽ കടക്കുകയാണ്. കോടമല അപ്പൂപ്പൻ ആൾത്തറ കാവിൻ്റെ പേരിൽ ഊരാളി എന്ന നാമത്തിൽ എന്നെ രണ്ട് വാക്ക് ഇവിടെ സംസാരിക്കാൻ വിളിച്ച ഇതിൻ്റെ സംഘാടകർ ആദ്യം തന്നെ നന്ദി പറയുകയാണ്. അതിലുപരി ഈ സംഘാടകരുടെ ഉള്ളിൽ ഞാനും ഒരു സംഘാടകരാണ്. ഞാൻ പഠിച്ച ഒരു സ്കൂളിൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഞാനും നിൽക്കുന്നത്. വലിയൊരു തരത്തിലൊന്നും എനിക്ക് പ്രസംഗം ലഭിക്കാൻ കഴിയത്തില്ലെങ്കിൽ പോലും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് കുറച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് അനുഭവിച്ചു പോരുന്ന ഈ സമൂഹത്തിൻ്റെ ഇടയിൽ എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഈ കുറവ സിദ്ധന സമുദായത്തെ വേട്ടയാടിക്കൊണ്ടിരുന്ന ചില വേദനകൾ, ഈ കഴിഞ്ഞ ഇടയിൽ നരബലി സംബന്ധമായി ഉണ്ടായിരുന്ന ചില വേദനകൾ, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ എതിരെയോ എങ്ങനെയോ നമ്മളിലേക്ക് കടന്നു വന്നു നമ്മളെ ഒരു മേച്ചമാക്കി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ നമുക്ക് തുറന്നു പറയാനൊക്കെ ഉണ്ട്. എന്താണ് ഇതിന്റെ ശാസ്ത്രം എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ ജനത ഇന്നലൊരു കാലത്ത് അറിവും ഉണ്ടായിരുന്നെങ്കിൽ ഇടക്കാലം കൊണ്ട് നമ്മുടെ അറിവുകൾ നഷ്ടപ്പെട്ട് ആ ഇരുണ്ട കാലത്തിന് ശേഷം ഇങ്ങോട്ട് നമ്മൾ വിദ്യാഭ്യാസം ഇല്ലാതെ വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ കൊണ്ടെല്ലാം നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളും നമ്മുടെ ആരാധനകളും എല്ലാം നഷ്ടപ്പെട്ട് ഇന്ന് നമുക്ക് തിരിച്ച് പറയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ ഇരിക്കുമ്പോൾ ഭാരവാഹികൾ ക്ഷണിച്ചതിൽ വളരെയേറെ സന്തോഷിക്കുന്നു. ഈ വേദിയിൽ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, വിശിഷ്ട അതിഥികൾക്കും എൻ്റെ വണക്കം അർപ്പിച്ചുകൊണ്ട് രണ്ട് വാക്കുകൾ ഞാൻ സംസാരിക്കട്ടെ. ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് രണ്ടു മൂന്ന് പേർ പറയുകയുണ്ടായി, ബോധവൽക്കരണമാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. ബോധവൽക്കരണം വേണമെങ്കിൽ ഓരോ കൂടപ്പിറപ്പുകൾക്കും സ്വയം ബോധമുണ്ടാകണം. സ്വയം ബോധത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ബോധവൽക്കരിക്കാൻ കഴിയുള്ളൂ. ആ ബോധവൽക്കരണത്തിൽ മാത്രമേ നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുവാൻ സ്നേഹവും സന്തോഷവും പ്രകടിപ്പിക്കുകയുള്ളൂ. നാം നിൽക്കുന്ന ഈ രാജ്യത്തിന്റെ അവസ്ഥയിൽ എവിടെയാണ് കുറവർ നിലനിൽക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് എൻ്റെ വീടിനടുത്തുള്ള 3-4 കുട്ടികൾ പരസ്പരം വഴക്കുണ്ടാക്കുമ്പോൾ 2 സവർണ കുട്ടികളും 3-4 കുറവർ കുട്ടികളും കൂടി
എന്തോ പ്രശ്നത്തിന് വഴക്കുണ്ടാക്കുമ്പോൾ ഒരു സവർണക്കുട്ടി പറയുകയുണ്ടായി, നീ ഇവിടെ അഡ്രസ് ഇല്ലാത്തവനാണെന്ന്. നിനക്ക് എന്താണ് അഡ്രസ് ഉള്ളത്? പക്ഷേ അവൻ നിസ്സഹായനായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അവന്റെ അഡ്രസ് അവന് വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഞാൻ പറയുന്നു, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അഡ്രസ് ഉള്ളവനാണ് കുറവർ സമൂഹം. തിരുവനന്തപുരം സിറ്റിയിലെ ഇന്ന് പ്രധാനപ്പെട്ട സകല ചാനലുകളും സ്ഥിതി ചെയ്യുന്നത് കുറവൻകോണം എന്ന പോസ്റ്റ് ഓഫീസിന്റെ കീഴിലാണ്. അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടർമാരുടെ കഴുത്തിൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്കണം. അവരുടെ ID കാർഡുകളിൽ കുറവൻകോണം PO എന്നെഴുതി കാണാം. നമ്മുടെ അഡ്രസ്സിലാണ് അവൻ ജീവിക്കുന്നതെന്ന് പറയാനുള്ള ആംബിയർ കുറവൻ ഉണ്ടാക്കിയെടുക്കണം. അവിടെയാണ് ബോധവൽക്കരണത്തിന്റെ യഥാർത്ഥമായ സ്വയം ബോധം ഉണ്ടാകുന്നത്. ആ കുട്ടികൾക്ക് പറയാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ, അവർക്കറിയാൻ കഴിയുമായിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു, കേരളത്തിൽ 2000-ൽ പരം കുറവർ പേരുകളുള്ള നാമധേയങ്ങളുള്ള സ്ഥലപ്പേരുകളുണ്ട്. എങ്ങനെ വന്നു ഈ പേരുകൾ? ഒരു അഴുക്ക ജാതിയാണോ, ഒരു അടിച്ചമർത്തപ്പെട്ട ജാതിയെന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണെങ്കിൽ എങ്ങനെ ഈ പേരുകൾ ഇവിടെ നിലനിന്നു? ഇത് മിക്ക പേരുകളും പോസ്റ്റ് ഓഫീസുകളിൽ നിലനിൽക്കുന്ന പേരുകളാണ്. അപ്പോൾ നാം ബോധവൽക്കരണത്തിൽ കൂടി മാത്രമേ നമ്മുടെ കുറവർ സമൂഹത്തെ, ഈ ഗോത്ര ജനതയെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് പ്രമുഖരായ വ്യക്തികളെല്ലാം തന്നെ മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇന്ത്യയുടെ പൈതൃകം എന്താണെന്ന് ആ നാട്ടിലുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നത് കുറവന്റെ പൈതൃകമാണ്. അതാരും തന്നെ ഒരു മീഡിയാസും പുറം ലോകം കാണിക്കില്ല. ലണ്ടൻ BBC അവതരിപ്പിച്ച ഒരു കുറവന്റെ പൈതൃകം 2007-ൽ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം അവർ യൂറോപ്പിൽ സിൽവർ ജൂബിലി ആഘോഷത്തിന് അദ്ദേഹത്തെ ക്ഷണിക്കുകയുണ്ടായി. അദ്ദേഹം അവിടെ ഇന്ത്യയുടെ പൈതൃകത്തെ പറ്റി പേരിൽ ആദ്യമായി വണക്കം ചൊല്ലുന്നു. ഈ വൈകിയ വേളയിൽ സംസാരിക്കേണ്ടതുണ്ടോ എന്ന് വളരെ ആലോചിച്ചു. എന്നാൽ ചില കാര്യങ്ങൾ പറയാതെ പോയാൽ, സൂചിപ്പിക്കാതെ പോയാൽ പിന്നാലെ വരുന്നവർക്ക് ഇരുട്ടിൽ തപ്പേണ്ടി വരും.